ഫിലിം മേക്കിങ്ങിന് ഇറങ്ങുന്നവർക്ക് തോന്നുന്ന സെയിം സാധനമാണ് അസൂയ തോന്നുന്നു. അതേ സാധനം നമുക്ക് നമ്മൾ പറയും ഇത്ര സാധനം നമുക്ക് ഞാനായിരുന്നെങ്കിൽ വേറെ രീതിയിൽ ഞാൻ വേറെ രീതിയിൽ ചെയ്യുമെന്ന് നമ്മൾ പറയും. സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഞാൻ ഷോർട്ട് വെച്ചപ്പോൾ ഒരു എക്സ്പ്രഷൻ ഇട്ടു, ഞാൻ ഇത് ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ല, ഇനി ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഞാൻ അവിടെ അത്രയും നന്നായി ചെയ്യണം. എനിക്ക് ചലഞ്ചായിരുന്നു അത്. എനിക്ക് ചലഞ്ചറോട് തരാത്തോണ്ട് ഞാൻ തിരിച്ചു. ആക്ച്വലി റൊണാൾഡോ ഒരു നല്ല മനുഷ്യനാണ്. അയാളുടെ എഴുത്തും അയാളുടെ ക്യാരക്ടറും അയാളുടെ എഴുത്തുകാരന്റെ ക്യാരക്ടറും തമ്മിൽ യാതൊരു സാമ്യമൊന്നും ഇല്ല. സമൂഹത്തിനോട് പറയാണ്, എഴുത്തുകാരന്റെ ക്യാരക്ടറിനെ പോലെ ഒന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടില്ല. ചില ഇന്റർവ്യൂസിലൊക്കെ നമ്മളിങ്ങനെ കാണുമല്ലോ, അവര് വന്നു ഒരൊറ്റ സീനിൽ വന്നു അഭിനയിച്ചു തകർത്തു പോയി. നമ്മളെപ്പോലെ പുതിയ ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ എനിക്കും ചെന്ന് ഒറ്റ ടേക്കിൽ എടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനല്ല. അതിന്റെ ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും വിളിച്ചിട്ട് എടാ മറ്റേ സംഭവം നീ ചെയ്തില്ല, അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിന്റിലൊക്കെ നമ്മൾ അങ്ങ് കയറി അങ്ങ് ആളി കത്താൻ തുടങ്ങും. നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇന്ന ആളല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്, ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു, സെക്കൻഡ് ഹാഫ് എങ്ങനെയായിരുന്നു? ഈ പടത്തിന് അതില്ല. കാരണം ഓരോന്നും ജഡ്ജ് ചെയ്യും. ഓരോ 15 മിനിറ്റ് വെച്ചിട്ട് ആളുകൾ റിവ്യൂ ചെയ്യും എന്നറിയാമായിരുന്നു. തിയേറ്ററിൽ ഇപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റൊണാൾഡോ ചിത്രം എന്ന സിനിമയുടെ സംവിധായകൻ റിനോയ് കല്ലൂർ ആൻഡ് അശ്വിൻ വിജോസ് ആണ് ഇന്ന് കൂടെ ഉള്ളത്. വെൽക്കം. തിയേറ്ററിൽ ഇപ്പം സെക്കൻഡ് വീക്കാണ് ഇപ്പം സിനിമയുടെ. സോ എങ്ങനെയുണ്ട് ഒരു ഓവറോൾ റെസ്പോൺസ് ഒക്കെ? എല്ലാവരും പറയുന്ന പോലെ ഞങ്ങൾ ആദ്യം റിലീസിന് മുന്നേ പറഞ്ഞ പോലെ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞത് എല്ലാവരും അങ്ങനെ തന്നെ പറയുന്നുണ്ട്. അതൊരു ഭയങ്കര സന്തോഷമാണ്. അതെ, നമ്മള് മുമ്പ് പറഞ്ഞിരുന്നല്ലോ ഒരു ടിക്കറ്റിന് നിങ്ങൾക്ക് 4-5 സിനിമകൾ കാണാൻ. അത് കേൾക്കാത്ത ആൾക്കാർ പോലും അത് ഇങ്ങോട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സന്തോഷമുണ്ട്. ഇപ്പം ഇതില് ഓരോ സിനിമയുടെയും സെപ്പറേറ്റ് ആയിട്ടുള്ള റിവ്യൂസും വരുന്നുണ്ട്. ആദ്യത്തെ 3 ഷോർട്ട് ഫിലിംസ്, പിന്നെ ലാസ്റ്റ് സെക്കൻഡ് ഹാഫിൽ വരുന്ന ഒരു ഫുൾ ലെങ്ത് സിനിമയുടെയും റെസ്പോൺസ് വരുന്നുണ്ട്. സോ ഇതിൽ സംവിധായകനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചലച്ചിത്ര റിലീസിന് മുൻപും ഞാൻ കേൾക്കുന്നുണ്ട്, ഇതിലെ ഓരോ സിനിമകളും ഈ ഓവറോൾ സിനിമയും ഇതിൽ കാണിച്ചിട്ടുള്ള 4 സിനിമകളും ഡിഫറെന്റ് ആയിട്ടിരിക്കണം. സോ അതിൽ തന്നെ ഇപ്പൊ ആ കുട്ടിയുടെ കഥ പറയുന്നുണ്ട്. ഞാൻ ഓഡിയൻസിനോട് ഇതിൽ കുറച്ച് സ്പോയിലേഴ്സ് ഉണ്ടാകും, കുഴപ്പമില്ലാന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കുട്ടിയുടെ കഥ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബാൽക്കണി, അത് കുറച്ച് ഗേൾസിന്റെ മാത്രം കഥ പറയുന്നുണ്ട്. ഗേൾസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവില് പറയുന്നത്. അതിനുശേഷം ഒരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ ഒരു തേപ്പ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവില് കഥ. ഷോർട്ട് ഫിലിംസ് നോക്കിക്കഴിഞ്ഞാൽ എത്രയും ഇതെല്ലാം ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ പറഞ്ഞത് ഒരാൾ ചെയ്തതാണെന്ന് തോന്നരുത്. ഒരു ഫെസ്റ്റിവലിന് കാണിക്കുന്ന ഒരാൾ ചെയ്തതാണെന്ന് തോന്നാത്ത രീതിയിൽ ചെയ്യണം. അതപ്പോ എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു അതിന്റെ റൈറ്റിങ്ങും മേക്കിങ്ങും? ഏറ്റവും ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആളുകൾക്ക് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ്. സാധാരണ ഒരു സിനിമ റിലീസ് ആകുമ്പോൾ കൂടി വന്നാല് റിവ്യൂ ചെയ്യുന്നത് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് എങ്ങനെയായിരുന്നു, സെക്കൻഡ് ഹാഫ് എങ്ങനെയായിരുന്നു? ഈ പടത്തിന് അതില്ല. കാരണം ഓരോന്നും ജഡ്ജ് ചെയ്യും. ഓരോ 15 മിനിറ്റ് വെച്ചിട്ട് ആളുകൾ റിവ്യൂ ചെയ്യും എന്നറിയാമായിരുന്നു. അപ്പൊ നമ്മളായിട്ട് തന്നെ അതങ്ങ് ഇട്ടുകൊടുത്തേക്കാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ ആ ചലഞ്ചും ഉണ്ട്. കാരണം നമ്മൾ തന്നെ ഓരോ 15 മിനിറ്റിനെയും റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കുന്ന ഒരു അവസ്ഥ ഇതിന്റെ റൈറ്റിംഗിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെയുള്ള ചലഞ്ചായിരുന്നു ഓരോന്നും ഓരോ ടൈപ്പ് ആയിട്ട് തോന്നണം. കാരണം ഈ സിനിമയിൽ ഇത് പല ആളുകൾ ഡയറക്റ്റ് ചെയ്ത സിനിമ ആയതുകൊണ്ട് എൻ്റെ ശൈലി എന്താണോ അത് കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ടേസ്റ്റ് എന്താണോ അതനുസരിച്ച് ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ എഴുത്തിന്റെ മുതല് മേക്കിങ്ങിലും ആണെങ്കിലും വ്യത്യാസം കൊണ്ടുവരാനായിട്ട് നമ്മൾ മനഃപൂർവ്വം ഒരു ട്രൈ, അത് എങ്ങനെ നമുക്കൊരു ക്രൂവിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് ഈ സിമിലാരിറ്റി വരാതെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് അതിൻ്റെ ഒരു ജോഗ്രഫി, അതിൻ്റെ കളർ പാലറ്റുകൾ, കോസ്റ്റ്യൂംസ്, അങ്ങനെ പലതും മാറ്റം വരുത്തിയിട്ടാണ് ചെയ്തത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ സ്ക്രിപ്റ്റില് ആ മാറ്റം ഇല്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല. പക്ഷെ ഫസ്റ്റ് ചലഞ്ച് സ്ക്രിപ്റ്റിങ് തന്നെയായിരുന്നു. പിന്നെ കുറച്ചുകൂടി എളുപ്പമായിരുന്നു, നമുക്ക് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് നമ്മൾ ഓഡിയൻസിന്റെ ഒരു റെസ്പോൺസ് അങ്ങനെ തന്നെയാണ്. ഓരോന്നായിട്ടൊക്കെ തോന്നി എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇതേ പോയിന്റാണ് എനിക്ക് ആദ്യം ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴും
ഞാൻ അന്ന് പറഞ്ഞില്ലേ, എനിക്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടപ്പെടുകയും അതിന്റെ കൂടെ ഞാൻ ചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ ഇത് ചെയ്തെടുക്കാൻ ഭയങ്കര പല പല ജോണർന്ന് പറയുന്നതല്ലല്ലോ, ഇതിനെ ആക്കി വരണ്ടേ. അപ്പം ഇപ്പം ആളുകള് കണ്ടിട്ട് അങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ വന്നു, ഇങ്ങനത്തെ സിനിമയായിരുന്നു ഇത്, ഇതൊക്കെ ആയിരുന്നു എന്ന് പറയുന്ന സംഭവം വരുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് വായിച്ചപ്പോ കിട്ടിയ അതെ, ഞാൻ ചിലപ്പോ ഇതിന്റെ ഒരു ഫസ്റ്റ് ഓഡിയൻസിൽ ഒരാളായിരിക്കുമല്ലോ, അപ്പൊ എനിക്ക് അതെ നമ്മളെ അതേപോലെ ഒരാൾക്ക് എന്ന് പറയുന്നത്. എനിക്ക് അശ്വിന്റെ ഇതില് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ആ ഒരു ഫസ്റ്റ് ഹാഫിൽ തന്നെ, ഷോർട്ട് ഫിലിംസിന്റെ ആ ഫെസ്റ്റിവലിന്റെ ടൈമിൽ തന്നെ ഒരു ഫിലിം മേക്കർ, അതായത് ഇൻഡിപെൻഡന്റ് ആവാൻ ശ്രമിക്കുന്ന ഒരാള്, ഇപ്പം ഞാൻ ഉൾപ്പെടെ കുറെ പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫെസ്റ്റിവലിന് പോകുന്നു, ഫസ്റ്റ് സ്ക്രീൻ ചെയ്യുന്നത് അശ്വിൻ, അതായത് റൊണാൾഡോ എന്ന കഥാപാത്രത്തിന്റെ ഷോർട്ട് ഫിലിം അല്ല. ആ ഷോർട്ട് ഫിലിം കണ്ടു, അത് നല്ലതാണ്, പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ആ ഒരു സാധനം മുഖത്ത് വരുന്നത് ഭയങ്കര രസം. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് അതിന്റെ അവാർഡ് കിട്ടിയില്ല എന്ന് വരുമ്പോഴത്തേക്കിന് കാമുകിയെ ഫോൺ വിളിച്ചിട്ടുള്ളത് ആ ഒരു ഡയലോഗ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി എല്ലാ സിനിമക്കാർക്കും ഒരേപോലെ അത് കണ്ടുകഴിയുമ്പോൾ ഇത് ഞാൻ തന്നെ അല്ലേ എന്ന് തോന്നിക്കുന്ന ഒരു സാധനമായിരുന്നു. അപ്പൊ അത് എങ്ങനെയായിരുന്നു ടോട്ടല്? അല്ല, അത് നമുക്ക് എനിക്ക് തോന്നുന്നു ആ സീക്വൻസ് ഓരോ ഷോർട്ട് ഫിലിം കഴിഞ്ഞ് തീരുമ്പം, ഇപ്പം ഈ റൊണാൾഡോയുടെ മുഖത്തോടെയാണല്ലോ ചേട്ടൻ അത് കൺവേ ചെയ്യാൻ നോക്കുന്നത്. ഈ സ്റ്റോറിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇമ്പാക്റ്റ് ആണ് വരുന്നത്, ഈ സ്റ്റോറിയിൽ നിന്ന് ഇങ്ങനെ ഒരു ഇമ്പാക്ട് വരുന്നത്. അപ്പം നമുക്ക് രണ്ട് രീതിയുണ്ട്. ഒരേ സമയം ഞാൻ എന്നുള്ള ആ ക്യാരക്ടറായിട്ട് നിന്ന് ക്യാരക്ടറിന്റെ ഒരു റിയാക്ഷൻസ് ഉണ്ടാവുമല്ലോ, രണ്ട് ഞാനത് അഭിനയിക്കണം, ഞാൻ ഇതേ സാധനം അഭിനയിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു നമുക്ക് ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ അല്ലല്ലോ ഇത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊക്കെ തോന്നുന്ന ഒരു കാര്യം, നമ്മൾ ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാല് ഒരു നല്ല മേക്കറിന് വരുന്ന, അല്ലെങ്കിൽ നല്ല സിനിമ ആസ്വാദകനല്ല, ഒരു ഫിലിം മേക്കിങ്ങിന് ഇറങ്ങുന്നവർക്ക് തോന്നുന്ന സെയിം സാധനമാണ് അസൂയ തോന്നുന്നു. അതേ സാധനം നമുക്ക് നമ്മൾ പറയും, ഇതേ സാധനം നമുക്ക് ഞാനായിരുന്നെങ്കിൽ വേറെ രീതിയിൽ ചെയ്യുമെന്ന് നമ്മൾ പറയും. ഇതേ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പറയും അതങ്ങനെ ചെയ്തത് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പൊ ഇത്രയും സാധനങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ കൂടി പോകുന്നതാണ്. അപ്പം എനിക്കത് ആ ഒരു സിറ്റുവേഷനിൽ അഭിനയിക്കാൻ ഞാനത് വേറെ വാട്ട് ഇഫ് എനിക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും വേണ്ട, നമുക്കത് പെട്ടെന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇമോഷൻ ആയിരുന്നു. ചെയ്യുമ്പോ ഈ ഷോർട്ട് ഫിലിംസ് ഒന്നും നമ്മൾ ചെയ്തു വെച്ചിട്ടില്ല, ഇതാണ് ഫസ്റ്റ് നമ്മള് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് ഞാൻ ഷോർട്ട് വെച്ചപ്പോ ഒരു എക്സ്പ്രഷൻ ഇട്ടു, ഞാൻ ഇത് ഷോർട്ട് ഫിലിം ചെയ്തിട്ടില്ല, ഇനി ഈ എക്സ്പ്രഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഞാൻ അവിടെ അത്രയും നന്നായി ചെയ്യണം. എനിക്ക് ചലഞ്ച് ആയിരുന്നു. ഇങ്ങനെ മേളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ അറിയാതെ കൈ അടിച്ചോണ്ട് സംഭവം ഇട്ടു. പിന്നെയാണ് ഞാൻ ഡിസൈഡ് ചെയ്യണേ ലാസ്റ്റ് ഷോട്ട് ഒരു സ്കൈയിലേക്ക് അങ്ങ് പോകാം, ഇവന്റെ ഒരു ലുക്കും ഈ എക്സ്പ്രഷൻ മാച്ച് ആവണം, നല്ല സിനിമ ആയിരിക്കണം അത്. അതൊരു ചലഞ്ചിങ് ആയിരുന്നു, കാരണം ഇവന്റെ ആണ് ആദ്യം ചെയ്തു വെച്ചത് നമ്മൾ, ബാക്കി സിനിമകൾ പിന്നീടാണ് ചെയ്തത്. ഓരോ സിനിമയ്ക്കും ഇവനിട്ട എക്സ്പ്രഷൻ ചലഞ്ച് കൊടുത്തിട്ടാണ് ഇവൻ ചെയ്തു വെച്ചേക്കുന്നത്. അല്ല, ഞാന് ചേട്ടനോട് ഇങ്ങനെ പറയാം, അത് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ പറയും, ചേട്ടാ ഇവിടെ ഈ ഷോർട്ട് ഫിലിം ഇതല്ലേ, അപ്പം ഇവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ഒരേ സമയം ഇത് വരണം, അത് വരണം, ഇത് വരണം, ഇത് വരണം, അപ്പൊ ഇങ്ങനെ ഇത് ഇത്ര %, ഇത് ഇത്ര %. അപ്പൊ ചേട്ടൻ തന്നെ എടാ നീ എന്ത് ചെയ്യണം, ചേട്ടൻ ഞാൻ ഇങ്ങനെ കുറച്ച് പരിപാടികൾ ചെയ്യാം. ഞാനപ്പോ എനിക്ക് തോന്നുന്നു ഒരു 2-3 ടേക്ക് ഡിഫറെന്റ് ആയിട്ട് കൊടുത്തു, കാരണം ഇവർക്കത് എഡിറ്റില് ചെയ്യണമെങ്കിൽ എന്താണെന്നുള്ളതിന്റെ ഒരു സാധനം. ഡയറക്ടറിന് ചലഞ്ച് കൊടുത്ത ഒരു സാധനം വെച്ചിട്ട് പിന്നെ ബാക്കി ക്രിയേറ്റ് ചെയ്യേണ്ട വന്നു. എനിക്ക് ചലഞ്ചർ കൊടുത്ത് തരാത്തോണ്ട് ഞാൻ പിന്നെ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറെ സിനിമകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അശ്വിന്റെ സ്ക്രീൻ ടൈം കുറവാണ്. കമ്പാരിറ്റീവ്ലി ടോട്ടൽ എത്ര മിനിറ്റ് ഉണ്ടാവും ശരിക്കും പറഞ്ഞാൽ? അപ്പൊ എനിക്ക് ലൂസിഫറിന്റെ കാര്യത്തിൽ പൃഥ്വിരാജ് പറഞ്ഞ ഒരു സാധനമാണ് എനിക്ക് ഇത് കണ്ടപ്പോ തോന്നിയത്. നായകൻ, അതായത് ലൂസിഫറിൽ ലാലേട്ടന്റെ പെർസ്പെക്ടീവ് അല്ലെ, ലാലേട്ടൻ ത്രൂ കഥ പറഞ്ഞു പോകുന്നു. അവിടെ ലാലേട്ടന്റെ സ്ക്രീനിൽ ഇല്ലെങ്കിലും ലാലേട്ടന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇത് കാണുമ്പോഴും നമ്മുടെ മൈൻഡിൽ റൊണാൾഡോ കാണുന്നു, ആ സാധനം തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രേക്ഷകൻ എനിക്ക് തോന്നുന്നു. അപ്പം റൊണാൾഡോയിലൂടെ തന്നെ കഥ പോകുന്നു എന്ന് പ്രേക്ഷകർക്ക് തോന്നണം. പക്ഷെ
വേറൊരു ഇൻഡിപെൻഡന്റ് വർക്കായിട്ട് അത് തോന്നിക്കാൻ വേണം. സോ അത് എങ്ങനെയായിരുന്നു അതിന്റെ? അപ്പൊ ഞാന് ഇതിന്റെ സ്ക്രിപ്റ്റിംഗിൽ ആലോചിച്ചൊരു കാര്യം, നായകന്റെ കഥ പൊക്കോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് കട്ട് ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോയാല് നോർമൽ ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടില്ല. പണ്ടൊക്കെ തമിഴ് സിനിമകളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ വടിവേലു സാറിന്റെ ഒക്കെ വേറൊരു സ്റ്റോറി ലൈൻ വേറെ സ്ഥലത്ത് നടക്കും. അപ്പൊ നമുക്ക് നായകനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. നായകനൊരു ഇഷ്യൂല് പെട്ട് നിൽക്കുമ്പോ പെട്ടെന്ന് കട്ട് വേറൊരു സ്ഥലത്തേക്ക് കഥ പോകുമ്പോൾ നമുക്കത് ഇവിടെ എന്ത് സംഭവിക്കും എന്നാണ് അറിയേണ്ടത്. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ വരുമെന്നൊരു ഡൗട്ട് എനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇല്ല, ഇത് റൊണാൾഡോ അവിടെ ഇരുന്ന് കാണുകയാണ്, പിന്നെ റൊണാൾഡോയ്ക്ക് ഒന്നും സംഭവിക്കാൻ പോണില്ല. കാരണം റൊണാൾഡോനെ കുറിച്ച് ഇനി ആരും ഒന്നും ടെൻഷൻ അടിക്കേണ്ടി വരില്ല. റൊണാൾഡോ കാണുന്നതാണ് പ്രേക്ഷകൻ കാണുന്നത്, റൊണാൾഡോ ചിന്തിക്കുന്നതോ അല്ലെങ്കിൽ പിച്ച് ചെയ്യണതാണ് പ്രേക്ഷകൻ കാണുന്നത്. അതുകൊണ്ട് ആ ടെൻഷൻ ഇല്ല എന്നുള്ള സംഭവം പിന്നെ എനിക്ക് മനസ്സിലായപ്പോൾ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയത്. അത് കറക്റ്റ് ആയിരുന്നു. കാരണം ആൾക്കാർ റിലാക്സ് ആയിട്ടാണ് ഈ സിനിമകളിലോട്ട് കയറുന്നത്. പിന്നെ ഉള്ളൊരു ചലഞ്ച്, ഇത് ഒരു ഷോർട്ട് ഫിലിം ആണല്ലോ, അപ്പൊ ഇതിന്റെ ഇമോഷൻ കിട്ടുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. കാരണം സിനിമയ്ക്കകത്തെ ഒരു സിനിമയല്ലേ ഇത് ലൈഫല്ലല്ലോ എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓരോ കഥയും തുടങ്ങി ഒരു 1-2 മിനിറ്റ് ആയപ്പോഴേക്കും ഇത് സിനിമയ്ക്കകത്ത് സിനിമയാണെന്ന് വിട്ടിട്ട് ഇമോഷനിലോട്ട് പോയതായിട്ടാണ് എനിക്ക് ഫീൽ ആയത്. എല്ലാവർക്കും നമുക്കത് സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴും ഇതിൽ ഓരോ കഥകൾ വരുമ്പോൾ ഞാൻ ഈ സ്ക്രിപ്റ്റ് വായിച്ച് ഫസ്റ്റ് ഓരോ കഥയുടെ ഫസ്റ്റ് പേജ് വായിച്ച് സെക്കൻഡ് ഞാനപ്പോ ഇങ്ങനെ ആലോചിക്കും, ഈ കഥ പാടാൻ ചാൻസ് ഉണ്ട്. വായിച്ചു വരുമ്പോഴത്തേക്കും സെക്കൻഡ് തേർഡ് പേജിലോട്ടാകുമ്പോൾ നമ്മൾ അതിനാവും, അതിനൊരു എൻഡിങ് ഇത് വേണ്ട. അപ്പം ഇത് വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ആ ഒരു ടോട്ടാലിറ്റിയുടെ ഹൈയിലാണ് ഞാനും ചേട്ടനോട് പറഞ്ഞത്, ചേട്ടാ എനിക്കും ഇതിന്റെ ഭാഗമാകണമെന്ന്. സ്ക്രിപ്റ്റ് കേട്ടപ്പോ ഞാൻ ചേട്ടനോട് പറയുന്നതിന്റെ റീസൺ അതായിരുന്നു. ഈ പിന്നെ നേരത്തെ പറഞ്ഞ മറ്റേ സംഭവം ഇപ്പൊ നമ്മള് ലൂസിഫർ കൈൻഡ് ഓഫ് ഇതിലോട്ട് വരുമ്പോ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ചെയ്യുന്ന ഒരു സ്റ്റാർ ആണ് ഇതിൽ അഭിനയിക്കാൻ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ സ്റ്റാറിനെ കാണണം. സ്റ്റാറിനെ വീണ്ടും വരാനൊക്കെ നമ്മള് ഇത് പറയും. ഓൾറെഡി ഒരു സ്റ്റാർ ആണല്ലോ. അല്ല, അങ്ങനത്തെ അല്ല. ഞാൻ പറഞ്ഞ എനിക്കിപ്പോ എന്റെ ഓഡിയൻസ് മറ്റേ എന്റെ അണ്ണൻ ഇടിക്കണം ചാടുന്നത് ആൾക്കാരല്ലല്ലോ. നമുക്ക് പരിചയമുള്ളൊരുത്തില്ല അവന്റെ ഒരു പടം ഉണ്ട്, അങ്ങനെ പോയി കാണാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ബാഗേജ് ഇതിൽ വരില്ല. കമ്പാരിറ്റീവ്ലി എന്നെ പോലെ ഒരാളെ നമ്മൾ ഇതിൽ വെക്കുമ്പോൾ ഉള്ള ആ സാധനം വരില്ല. പക്ഷെ ക്യാരക്ടർ ഉണ്ടല്ലോ, നമുക്ക് ഒരു ക്യാരക്ടറിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ ക്യാരക്ടർ വീണ്ടും വീണ്ടും വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. അതായിരുന്നു ചേട്ടനെ സംബന്ധിച്ച് ഈ സിനിമയിൽ വരുന്ന ഒരു ചാലഞ്ച് വരുന്നത്. പക്ഷെ അത് നമ്മൾ ഓരോ പടത്തിലോട്ട് തുടങ്ങി ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് ഇന്നാവുന്നത് കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നില്ല. അതെ, ഇപ്പം ഈ ടോമി അതുപോലെ ഒരു ഫുൾ ലെങ്ത് സിനിമ, ടോമിയുടെ കഥ തുടങ്ങിയപ്പോ തൊട്ട് നമുക്ക് ക്ലൈമാക്സ് എന്തെന്ന് പ്രെഡിക്ട് ചെയ്യാനേ പറ്റുന്നില്ല. ക്ലൈമാക്സ് ഇങ്ങനെ എത്തിയപ്പോ ഇത് ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമോ എന്നായിരുന്നു ചിന്തിച്ചത്. ഈ ടോമിയുടെ കഥ ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു ലവ് മാരേജ് ആയിരുന്നു, നീണ്ട വർഷത്തെ പ്രണയമായിരുന്നു. ടോമി കഴിഞ്ഞിട്ട് അശ്വിന്റെ ക്യാരക്ടറിനോട് കെട്ടാൻ പോകുന്ന പെണ്ണിന്റെ അപ്പം പറയുന്നുണ്ട്, കെട്ടിച്ചേർന്ന് വലിയ ആഗ്രഹമില്ല, പക്ഷെ പേടിയാണെന്നുള്ള എന്തെങ്കിലും റിയൽ ലൈഫിൽ നിന്ന് ഇൻസ്പയർഡ് ആണോ കഥ? ടോമിയുടെ കഥ ഞാൻ എഴുതുമ്പോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പലരും ഓർക്കും ഇയാൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചിന്തിക്കും. ടോമി ചിന്തിക്കുന്ന ചിന്തകൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീമാണ്. ഒരാളും ചിന്തിക്കാത്ത രീതിയിലൊക്കെ ചിന്തിച്ച ആളാണ് ടോമി. അപ്പൊ ആസ് എ റൈറ്റർ ആൾക്കാർ ചിന്തിക്കുമോ, എനിക്ക് പരിചയമുള്ള ആൾക്കാർ ചിന്തിക്കുമോ നീ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത് എന്ന് എന്നോട് ചിലപ്പോൾ ചോദ്യം വന്നേക്കാം. അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൊണാൾഡോനെ നമ്മളോട് പ്ലേസ് ചെയ്യണേ. ആക്ച്വലി റൊണാൾഡോ ഒരു നല്ല മനുഷ്യനാണ്. അയാളുടെ എഴുത്തും അയാളുടെ ക്യാരക്ടറും എഴുത്തുകാരന്റെ ക്യാരക്ടറും തമ്മിൽ യാതൊരു സാമ്യമൊന്നും ഇല്ല. പക്ഷെ ഇത് പേടിച്ചു പോകാം. വേറൊരാള് ഇവൻ എഴുതിയ ആളെ പോലെ തന്നെയാണോ ഇവൻ എന്ന് ചിന്തിച്ചു പോവുകയാണ്. ആക്ച്വലി അത് നമ്മൾ സമൂഹത്തിനോട് പറയാണ്, എഴുത്തുകാരന്റെ ക്യാരക്ടറിനെ പോലെ ഒന്നും ആയിരിക്കത്തില്ല എഴുത്തുകാരൻ. ഒരു ടാസ്ക് കൊടുക്കുകയാണല്ലോ ഇതില്, ടാസ്ക് അല്ലേ, ആ ടാസ്കിൽ ഇത് പോയാൽ അവന് ചിലപ്പോ ഈ ചാൻസ് പോകും. അപ്പൊ അതിന് അവൻ ചെയ്യുന്ന ഉണ്ടാക്കിയെടുക്കുന്ന ക്യാരക്ടറിൽ നിന്ന് ആ ക്യാരക്ടറിന്റെ ആ വേർഡ് യൂസ് ചെയ്ത് സൈക്കായ ഒരു ക്യാരക്ടറാണ് അയാള്. അയാളുടെ സാധനമാണ് അവൻ ചിന്തിക്കുന്നത്. അപ്പൊ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പൊ റിനോ ചേട്ടൻ എന്നുള്ള
റൈറ്ററിന്റെ ഇത് അവിടെ വരില്ല. ഇത് റൊണാൾഡോയിൽ ക്രിയേറ്റ് ചെയ്ത് റൊണാൾഡോയുടെ കൊടുത്തേക്കുന്നത് കിട്ടുന്ന ഒരു ടാർഗറ്റ്. എനിക്കൊന്നും അതിനകത്തൊരു ഡയലോഗ് ഉണ്ട്, മറ്റേ എന്താണ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കിനാശ്ശേരിയിലെ മനുഷ്യരാവില്ല എന്ന് പറയുന്നതൊക്കെ. അത് ഞാൻ ചേട്ടനോട് പറയും, നിങ്ങൾ ഇത് നേരത്തെ പറഞ്ഞിട്ട് എഴുതുവാണോ ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആക്ച്വലി കാസ്റ്റിംഗ് ഒക്കെ എവിടെ നടന്നത്? ഇതിൽ കുറെ ന്യൂ ഫേസസിനെ കാണുന്നുണ്ട്, പക്ഷെ അത് അഭിനയം കണ്ടത് ന്യൂ ഫേസ് ആണെന്ന് തോന്നത്തില്ല. അവരൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിച്ചേ? പലരും പല വഴികളിൽ കൂടിയാണ് വന്നത്. കുറെയൊക്കെ റെഫറൻസുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ക്രൂവിനോട് ഞാൻ ചോദിക്കും, കറക്റ്റായിട്ട് അറിയാം എന്താണ് എനിക്ക് വേണ്ടതെന്ന് അറിയാവുന്നവര് പറഞ്ഞു തരും. അങ്ങനെയാണ് പലരും പല രീതിയിൽ. പിന്നെ പല സിനിമകൾ കണ്ടിട്ട് അധികം ഒന്നും ഫേമല്ലാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ വിളിച്ചിട്ടുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ആപ്റ്റായിട്ടുള്ള ആൾക്കാരെ കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എളുപ്പമോ കുറച്ചും കൂടി. അങ്ങനെ ആപ്റ്റായ ആൾക്കാരെ തന്നെ വെച്ചപ്പോ കുറച്ചുകൂടി എളുപ്പമായിരുന്നു, ഈസി ആയിരുന്നു. അവരെ കൊണ്ട് കറക്റ്റ് ആ മീറ്ററിൽ അങ്ങ് ചെയ്യിപ്പിച്ചാൽ മതി. അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞത്. കാസ്റ്റിംഗ് വൈസ്, പെർഫോമൻസ് വൈസ് എല്ലാവരും എല്ലാവരും അഭിപ്രായം പറഞ്ഞിരുന്നു. അശ്വിന് ഇവരുമായിട്ടൊന്നും കോമ്പിനേഷൻ സീൻ ഇല്ല. അവരെ ഷൂട്ടിംഗ് ടൈമിലൊന്നും അങ്ങനെ കാണാൻ പറ്റിട്ടില്ലായിരുന്നു. പിന്നെ കോമ്പിനേഷൻ വരുന്ന ഇന്ദ്രൻ സാറിനായിട്ടും ചൈതന്യമായിട്ടും മെയിൻ കോമ്പിനേഷൻ സീൻസ് ആയിരുന്നു ചൈതന്യ. പിന്നെ ഇന്ദ്രൻ സാറിനും ലാൽ സാറും ആയിരുന്നു. ഇവരൊക്കെ ഒപ്പമുള്ള എങ്ങനെയായിരുന്നു? ലാൽ സാറൊക്കെ ഒരു സീനാണ്, അവരുടെ ഒപ്പൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവരുടെ ഒപ്പം അഭിനയിക്കുമ്പോ ചൈതന്യക്ക് എൻ്റെ കൂടെ അഭിനയിക്കുമ്പോ ഉണ്ടാവുന്ന അതേ എക്സൈറ്റ്മെന്റ്, പേടി ഒക്കെ ചൈതന്യ പറയും, ചേട്ടാ എങ്ങനെയാ ചെയ്യുന്ന ഈ സീന്. ഇതേ സാധനം തന്നെയാണ് എനിക്ക് അവരോടുള്ളത്. ഞാൻ ചൈതന്യനോട് പറയും, ഇതൊക്കെ ഇത്രേ ഉള്ളൂ, ഇതൊക്കെ ഇങ്ങനെയാണെന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാൻ അവരുടെ അടുത്ത് അവരെ ഇത്രേ ഉള്ളൂ പറയുന്നൊരു സംഭവമാണ്. അപ്പം നമുക്കുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ കൂടെയും ഈ ആൾക്കാരുടെ കൂടെയും നമ്മളും കമ്പാരിറ്റീവ്ലി പുതിയതാണ്. ഇത്ര സിനിമകളല്ലേ ഞാനും ചെയ്തിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇങ്ങനെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിട്ട് ആൾക്കാരോട് അഭിനയിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്റ്റഡി ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു സിനിമ അഭിനയിക്കുമ്പോൾ ആ സിനിമയുടെ ഒരു ഇത്രയും ദിവസം ഷൂട്ട് ഉണ്ടെങ്കിൽ ആ ഷൂട്ടിംഗ് ടൈമിൽ നിന്ന് നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും വേണം. എന്തെങ്കിലും അതിനകത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കാനുണ്ടെങ്കിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ സിനിമയിൽ വരുമ്പോഴത്തേക്കും നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിക്കുമ്പോൾ അവര് ഭയങ്കര എഫേർട്ട്ലെസ് ആയിട്ട് സ്ക്രീനിൽ ഫീൽ ചെയ്യും. അവരതിന് എടുക്കുന്നുണ്ട്, അവർക്ക് അവരുടേതായ പ്രിപ്പറേഷൻ ഉണ്ട്. ആ പ്രിപ്പറേഷൻ ചിലപ്പോൾ കുറച്ച് നേരം എടുക്കുള്ളൂ. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത്രയും വർഷത്തെ അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അത് വരുന്നത്. നമ്മള് ചിലപ്പോ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുമല്ലോ. ചില ഇന്റർവ്യൂസിലൊക്കെ നമ്മളിങ്ങനെ കാണുമല്ലോ, അവര് വന്നു ഒരൊറ്റ സീനിൽ വന്ന് അഭിനയിച്ചു തകർത്ത് പോയി. നമ്മളെ പോലെ പുതിയ ആൾക്കാർ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കും ചെന്ന് ഒറ്റ എടുക്കണം എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനല്ല ഇതിന്റെ സംഭവം. പ്രിപ്പറേഷൻ ആണ്, എല്ലാം പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക്. ലാൽ സാറൊക്കെ ഫുള്ള് സ്ക്രിപ്റ്റ് ബൈ ഹാർട്ട് ആയിരുന്നു നമ്മള് കൊടുത്തത്. കുറച്ച് ഡൗട്ടൊക്കെ ചോദിച്ചു, ഫുള്ള് ഡയലോഗുകൾ അങ്ങനെ കട്ട് ചെയ്യാണ്ട് തന്നെ ഫുള്ള് നിന്ന് പെർഫോം ചെയ്യാവുന്ന രീതിയിൽ നിന്നിട്ടാണ് അദ്ദേഹം പെർഫോം ചെയ്തത്. അപ്പൊ അതാണ് ഒരു എഫർട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മള് അത് പുറത്തങ്ങനെ അധികം നമ്മള് പറയാറില്ലല്ലോ. ആർട്ടിസ്റ്റ് അവര് വന്നു ചെയ്തു പോയി എന്നല്ല. അപ്പം ഞാൻ പഠിച്ചതെന്ന് വെച്ചാൽ, ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് കിട്ടിയാൽ വായിക്കണമെന്നും പഠിക്കണമെന്നും സീനിനെ പറ്റി ചിന്തിക്കണമെന്നുള്ളത് കാര്യം തന്നെയാണ് അവരും മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഇവരുടെ കൂടെ നിന്നപ്പോ എനിക്ക് മനസ്സിലായി. അപ്പൊ അതൊക്കെയാണ് എനിക്ക് ഈ സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ അഭിനയിച്ചപ്പോ തോന്നുന്നത്. ചൈതന്യയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ചൈതന്യക്കുള്ള ഒരു ഇന്നസെൻസ് ഉണ്ട്. അപ്പൊ ആ ഇന്നസെൻസില് പെർഫോം ചെയ്യുമ്പോ എന്താ പറയാ, നമ്മള് 2-3 പടമൊക്കെ അഭിനയിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അവർക്ക് തോന്നുമല്ലോ, ഞാൻ എന്നാ ഇങ്ങനെ പിടിക്കാം, ഇങ്ങനെ ചെയ്യാൻ. ചൈതന്യക്ക് ഇപ്പൊ അങ്ങനത്തെ ഒരു സാധനം ഇല്ലല്ലോ. എന്തോ ചെയ്യുന്നു അത് അവർക്ക് ഇതാവുന്നു പറഞ്ഞ സാധനമില്ലേ. അപ്പം ആ സാധനം നമുക്ക് വിടരുതെന്ന് എനിക്ക് തോന്നി. എന്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് എനിക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് തോന്നുന്നത്. ഇവരുടെ കൂടെ അഭിനയിച്ചപ്പോ ഇങ്ങനെ ചൈതന്യയോട് അഭിനയിച്ചപ്പോ ചില കാര്യങ്ങളൊന്നും കൂടുതൽ തിങ്ക് ചെയ്യണ്ട, അങ്ങ് പോയി അങ്ങ് ചെയ്യാന്ന് പറയുന്ന സാധനം. ആ ഒരു ഡിഫറൻസ് തോന്നിയായിരുന്നു. ഇതില് ഒരു സീനിൽ തന്നെ ഈ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ കഴിഞ്ഞല്ലോ, അത് കഴിഞ്ഞിട്ട് അശ്വിന ടെറസിലോട്ട് പോകുന്ന ഒരു സീൻ ഉണ്ടല്ലോ, അവിടെ ആ ഒരു ഫ്ലെക്സ് വെക്കുന്നുണ്ട്, നെക്സ്റ്റ് ഈസ് യുവർ ടേൺ. അതാണ് അത്. ശരിക്കും ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാം റീൽസിലൊക്കെയുള്ള നമ്മളിങ്ങനെ കാണുന്ന
നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ട്, ദൈവം നമുക്കായിട്ട് ഓരോ സൂചനകൾ തരും. തരുന്നു. അതിന്റെ ഒരു സാധനമായിരിക്കില്ല ഇതിലും പ്ലേസ് ചെയ്ത്. അങ്ങനത്തെ എന്തെങ്കിലും സൂചനയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദൈവമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പവർ നമുക്കിങ്ങനെ വഴി കാട്ടി തരുന്നതായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസിൽ നിന്നാണോ ആ ഒരു സാധനം ആഡ് ചെയ്തത്? ഉണ്ട്, ഒരുപാടുണ്ട്. നമ്മള് ഒന്ന് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ചില ആളുകൾ വരും, ചിലപ്പോൾ ഒരു ഫോൺ കോൾ വരും, ചിലപ്പോൾ നമ്മളെ കൊണ്ട് ഒന്നിനും കൊള്ളൂല എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും വിളിച്ചിട്ട് എടാ മറ്റേ സംഭവം നീ ചെയ്തിട്ട് അത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോയിന്റിലൊക്കെ നമ്മൾ അങ്ങ് കയറി അങ്ങ് ആളി കത്താൻ തുടങ്ങും. അപ്പൊ ഇത് എനിക്ക് എപ്പോഴും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. എന്തെങ്കിലും സൂചന അത് കിട്ടും. അത് ചിലപ്പോ എന്തെങ്കിലും കാഴ്ചയായിരിക്കാം, ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, നമ്മൾ തുറക്കുന്ന ഒരു പുസ്തകമായിരിക്കാം, അതിനകത്തൊരു വാചകമായിരിക്കാം. ഇത് അങ്ങനെ കിട്ടാറുണ്ട് എനിക്ക്. ഇപ്പൊ നമ്മള് അതിനകത്ത് റൊണാൾഡോ മോട്ടിവേറ്റഡ് ആകുമ്പോൾ ഒരു ഷോട്ട് വെച്ചിട്ടുണ്ട്, അതൊരു സീറോയാണ്. ആ സീറോ എന്നാണ് പുള്ളി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത് ഞാൻ ആ ലൊക്കേഷൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ടോന്ന്. ചുമ്മാ ഒരു ഷോട്ട് ഹെലിക്കാൻ വെച്ച് നോക്കിയപ്പോ അവിടെ ഒരു സീറോ. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഷോട്ട് വെക്കാൻ പറഞ്ഞു, കാരണം അതുപോലും പ്രീ പ്ലാൻഡ് അല്ല. അപ്പൊ അയാളുടെ ലവറിൽ നിന്ന് ഒരു മോട്ടിവേഷൻ സ്വീകരിച്ചു കഴിയുമ്പോൾ ആ സീറോയിൽ നിന്ന് അയാൾ പുറത്ത് കിടക്കുന്നതായിട്ട് ഒരു ഷോട്ട് വെച്ചിട്ടുണ്ട്. അത് അങ്ങനെ വേണമെന്നൊന്നും പറഞ്ഞിട്ടല്ല, അവിടെ ഉണ്ടായിരുന്നു അത്. അതപ്പോ ആരോ നേരത്തെ ചെയ്തു വെച്ചതാണ്, നമുക്ക് ഗുണം കിട്ടി എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് തോന്നണം, ആ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു മീനിങ് തോന്നണം. അപ്പൊ അത് കാണുമ്പോ അതിൽ എന്നോട് പറഞ്ഞു അത് എന്തൊരു മീനിങ് ആണ്, പൂജത്തിൽ നമ്മൾ പുറത്തേക്ക് വന്നു എന്നുള്ളത്. ഒരു ആർട്ട് വർക്കും ചെയ്തല്ല, അത് നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ ആരോ നമുക്ക് വേണ്ടി ചെയ്തു വെച്ചതാണ്. അതുണ്ട്, അതങ്ങനെ സംഭവിക്കാറുണ്ട്. അത് തന്നെയാണ് ആ ക്യാരക്ടർ കാണുന്ന കോഡിങ്സ്, നെക്സ്റ്റ് ഈസ് യുവർ ടേൺ എന്ന് പറയുന്ന സംഭവം അത് തന്നെയാണ്. അശ്വിൻ അതുപോലത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും നമുക്ക് വേണ്ടി പിന്നെ അല്ല, എനിക്കിപ്പോഴേ ആ സീനിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ ഓർക്കുവാണേ, ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോ ഞാൻ കണ്ടോണ്ടിരിക്കുമ്പോ ഉള്ള ഒരു ബോർഡ് നോക്കുന്നില്ലല്ലോ, ഞാൻ അതിങ്ങനെ ചിന്തിക്കുമായിരുന്നു മോട്ടിവേറ്റഡ് അത് കണ്ട് മോട്ടിവേറ്റഡ് എന്ന് പറഞ്ഞപ്പോ ഒരു നമുക്ക് അല്ലാതെ ഉറപ്പായിട്ടുണ്ട്. ഈ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറയുന്നില്ല, നമ്മള് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വന്നിട്ട് എന്നോട് ഇങ്ങനെ ചോദിച്ചെങ്കിൽ സെൽഫി എടുക്കാൻ വരുമ്പോ എന്തെങ്കിലും അങ്ങനെ തിരിച്ചാണ് എനിക്ക്. നമ്മൾ ഭയങ്കര ഡൗൺ ആയിരിക്കുമ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് നിങ്ങൾ ഇന്ന ആളല്ലേ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോ എനിക്ക് തോന്നുന്നു ആ ഒരു ഒറ്റ അവരുടെ ഒരു ആക്ട് ഉണ്ടല്ലോ, ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ആക്ടില് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ധൈര്യം വരാറുണ്ട്. അപ്പം നമ്മുടെ ലൈഫിൽ ഇങ്ങനെ അതുപോലെ ഞങ്ങൾ ഈ അടുത്ത് നമ്മുടെ വീട്ടിൽ ഒരു ആന്റി വന്നായിരുന്നു. അപ്പൊ ഞാൻ ചെറുപ്പത്തില് ഭയങ്കര ഭയങ്കര ലുക്ക് ഫോർവേഡ് ചെയ്യുന്ന ഒരു ഫാമിലി അവര്. അപ്പൊ അവിടുത്തെ ആംഗിള് എനിക്ക് ഭയങ്കര ഹീറോ ആയിട്ട് എനിക്ക് തോന്നുന്നു. ആംഗിള് എല്ലാം ടോപ്പ് എനർജിയിലൊക്കെ നിൽക്കുന്ന ഒരു ആംഗിളാണ്. ഇടയ്ക്ക് അവർക്ക് ഒരു സാമ്പത്തിക ഇഷ്യൂ വന്നിട്ട് അവരാകെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ അവരെ കുറെ നാളുകൾക്ക് ശേഷം ഞാൻ കാണുക, ഞാൻ എന്റെ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ ഡൗൺ ആണ്, ഞാൻ എന്ത് ചെയ്യും എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൺഫ്യൂഷൻ ചെയ്യുമ്പോൾ ഈ ആന്റി ചുമ്മാ വന്ന നമ്മുടെ വീട്ടില് ആന്റി കുഞ്ഞിനെയൊക്കെ കാണാനായിട്ട് ഇങ്ങനെ ചുമ്മാ വന്ന സമയത്ത് ഈ ആന്റി ഇങ്ങനെ റാൻഡംലി അവരുടെ ഒരു കഥ പറഞ്ഞാണ് അവർക്ക് ഉണ്ടായ ഇഷ്യൂ. ആ അങ്കിള് ഭയങ്കര കോൺഫിഡൻസ് ആയുള്ള അങ്കിള് ആൾക്കാരുടെ മുന്നിൽ ഫേസ് ചെയ്യാൻ അങ്കിൾ ഒരു മടി ഉണ്ടായി. എന്നിട്ട് ഇപ്പൊ ആ അങ്കിൾ അതിൽ നിന്നൊക്കെ മാറി വെറുതെ ആന്റി വന്ന് ഒരു കഥ പറഞ്ഞ. പക്ഷെ ഞാൻ നോക്കുമ്പോ ദൈവം എനിക്ക് ഇന്ന് ആ ആന്റിയെ കൊണ്ട് വന്ന് ഇവിടെ ആ കഥ പറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നത് നമുക്ക് ഇങ്ങനത്തെ ഒരു മൊമെന്റ് ഒക്കെ വരുമ്പം നമുക്ക് കൊണ്ടുതരും, ഇങ്ങനെ ഒരാളുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ആ സീൻ പറയുമ്പം ഉറപ്പായിട്ടും നമുക്കൊക്കെ അത് ഫീൽ ചെയ്യും. അതെ, ഉറപ്പായിട്ടും. ഫസ്റ്റ് മൂവി എന്ന രീതിയിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ഇപ്പം റിലീസൊക്കെ കഴിഞ്ഞിരിക്കുമ്പോ? ഫസ്റ്റ് മൂവി എന്നുള്ള രീതിയിൽ സാറ്റിസ്ഫൈഡ് എത്രത്തോളാണെന്ന് വെച്ചാല് ഫസ്റ്റ് മൂവിയാണെന്ന് തോന്നിയില്ല എന്ന് പറഞ്ഞു. അത് തന്നെ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭയങ്കര ഒരുപാട് വലിയ ക്ലാപ്പ് കിട്ടിയതുപോലെയാണ്. ഫസ്റ്റ് മൂവി ആയിട്ട് തോന്നിയില്ല. പിന്നെ ചിലർ പറഞ്ഞ് നന്നായിട്ട് പണി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ പറയുമായിരുന്നു, ഈ മടി കൊണ്ടും എന്തെങ്കിലും പിന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടൊന്നും ഈ സിനിമയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല. നന്നായി പണി എടുത്തിട്ടുണ്ട്.
ബാക്കി വേണമെങ്കിൽ പ്രതിഭയില്ലായ്മ എന്നൊക്കെ പറയാം. കാരണം മടി കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. അത്രയും എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്തിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോ ആ രീതിയിൽ അഭിപ്രായം വന്നപ്പോ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇനിയും നമുക്ക് തുടർന്ന് ചെയ്യാം, നമ്മള് ചെന്നാല് ആരെങ്കിലൊക്കെ നമുക്ക് ഡേറ്റ് ഒക്കെ തരും എന്നൊരു തോന്നലുണ്ട്, വിശ്വാസം വന്നിട്ടുണ്ട്. അല്ലേട്ടാ, ഒരു പടം കഴിയുമ്പം കയ്യടി കിട്ടുക എന്ന് പറയുന്നുണ്ട്. എൻഡിങ് തീരുമ്പോ ആ റൊണാൾഡോ ചിത്രം ഒന്നും മാറി എന്റെ പേര് വരുമ്പോ ഒരു ക്ലാപ്സ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണ്. നമുക്ക് ഈ ചില സിനിമയൊക്കെ നമ്മൾ കണ്ടിട്ട് ഈ ഒരു റിയാക്ഷനും ഇല്ലാത്ത രീതിയിൽ സൈലൻസ് വരുമ്പോ നമുക്ക് ഭയങ്കര പേടിയാവും. എന്ത് ഇഷ്ടപ്പെട്ട ഇല്ലേ, ഇങ്ങനത്തെ ഒക്കെ കുറെ ഡൗട്ട് വരും. അവിടെ ഒരു ക്ലാപ്പ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. സംവിധായകന്റെ ഒരു വിജയം തന്നെയാണ് അവിടെ കാണുന്നത്. അശ്വിന്റെ ഇപ്പം ഒരു ഫിൽമോഗ്രാഫി നോക്കി കഴിഞ്ഞാൽ കൂടുതലും ഫീൽ ഗുഡ് സിനിമകളുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ആ ഒരു ഫീൽ ഗുഡ് ജോണർ നോക്കി തന്നെ സെലക്ട് ചെയ്യുന്നതാണോ? അല്ല അല്ല, അങ്ങനെയല്ല. എനിക്ക് ഒരു ഭയങ്കര വയലൻസും ആക്ഷനും ത്രില്ലറും ഡാർക്ക് ജോണറും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നെ തേടി വരുന്നത് ഫീൽ ഗുഡ് അങ്ങനെയുള്ള ഇതാണ്. പക്ഷെ അത് ഫീൽ ഗുഡ് എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളതല്ല, ഈ എന്റർടൈൻമെന്റ് ആയിട്ടുള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് എനിക്ക് തോന്നുന്നു എന്റെ ആദ്യത്തെ സിനിമയിൽ എന്നെ വന്ന ക്യാരക്ടേഴ്സും നമ്മൾ സിനിമയിൽ ചെയ്തിട്ടുള്ള കഥാപാത്രം വെച്ചിട്ടായിരിക്കുമല്ലോ നമ്മളെ വിളിക്കുന്നത്. അതിന്റെ പല പല വേരിയൻസ് ആയിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ഇപ്പൊ ഒരു ഇച്ചിരി എനിക്കൊരു മാറ്റം വന്നത് കോളേജിൽ നിന്നൊന്നും ഇത്തിരി മാറി എന്തൊക്കെയോ പാഷനൊക്കെ ചെയ്യാനുള്ള ഒരാളുടെ ക്യാരക്ടറിലോട്ട് വരെ ഞാൻ എത്തിയിട്ടുണ്ട്. അതാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോ ആക്ഷനും ഒക്കെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എല്ലാത്തിനും പ്രിപ്പയർ ചെയ്ത് വെക്കുന്നുണ്ട്. ഡയറക്ടർ സാധനം വന്നു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ? എല്ലാം ഇത് വരുന്ന എന്നാന്ന് അറിയില്ലല്ലോ. വരും. വരുമ്പോ എന്റെ ഡയറക്ടറിനെ കൂടുതൽ ടെൻഷൻ ആക്കണ്ട, ഞാൻ പ്രിപ്പയർ ആയിട്ട് ഇരിക്കണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സിനിമകൾ വരും. പക്ഷെ ഫീൽ ഗുഡ് സിനിമകൾ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, തിയേറ്ററിൽ നമ്മൾ പൈസ കൊടുത്ത് സിനിമ കാണുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമാണ്. എല്ലാരും പറഞ്ഞിട്ട് നമ്മൾ അത്രയും സമയം നമ്മൾ കൊണ്ട് കൊടുക്കുവാണല്ലോ അവിടെ, ഇതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇത്രയും സമയം കൊടുക്കുക എന്ന് പറയുന്നത്, ആ സമയം കൊടുത്തിട്ട് അവര് ഫീൽ ഗുഡ് ആയാൽ സമാധാനം. അതെ, ഇതില് കംപ്ലീറ്റ് ഒരു ഫീൽ ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്റെ ഒരു ഫ്രണ്ടും പറഞ്ഞു, എന്റെ ഒരു ഫ്രണ്ട് നമ്മുടെ സെക്കൻഡ് ഹാഫിന്റെ ഒരു വേറെ ജോണർ പറഞ്ഞു, ഇത് അങ്ങനത്തെയൊക്കെ അതൊക്കെ എങ്ങനെ ചിന്തിക്കും അവനല്ലേ ചിന്തിച്ചേ, നീ എന്റെ കഥയുടെ കാസ്റ്റ് കണ്ടാ മതി. അപ്പൊ ഇതിൽ ആ ടോമി എന്ന ആ ഒരു മൂവിയില് പറഞ്ഞിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ എന്താന്നുള്ളത് പറയുന്നില്ല. അതിന് ശരിക്കും നല്ലൊരു റിസർച്ച് ഒക്കെ ആവശ്യമാണ്. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ എന്നുള്ള സാധനമൊക്കെ അത് ആക്ച്വലി പ്രാക്ടിക്കലി പോസിബിൾ ആണോ? സിനിമയിൽ സംഭവിക്കും, റിയൽ ലൈഫിൽ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുമ്പോൾ ഇത് അനുകരിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ഒരു റിവെഞ്ച് അല്ലെങ്കിൽ അനുകരിക്കാൻ പറ്റാത്ത ഒരു സംഭവം ആയതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് തോന്നിയായിരുന്നു. സംഭവിക്കും, സംഭവിക്കായിക ഒന്നുമില്ല. ഇതിനോട് സാദൃശ്യമുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വെസ്റ്റ് ഡൽഹിയിലൊരു സംഭവമൊക്കെ ഞാനത് റിസർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ സാദൃശ്യമുള്ള പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന്. അതായത് നമ്മൾ സിനിമയിൽ ഒരു അഴിമതി, സിനിമയിൽ ഒരു കൊള്ളരുതായ്മ കാണിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ലോകത്തിൽ സംഭവിച്ചതായിരിക്കും. ലോകത്തിലില്ലാത്ത ഒരു കാര്യവും സിനിമയിൽ അങ്ങനെ വരാറില്ല. അത് എവിടെയെങ്കിലും അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കരമായ ഇമാജിനേഷനോ കാര്യങ്ങളോ അല്ല. അതങ്ങനെ എവിടെയെങ്കിലൊക്കെ സംഭവിച്ചിട്ട് എനിക്കറിയാമായിരുന്നു. ഞാൻ ഇത് എഴുതിയതിനു ശേഷം ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു റിസർച്ച് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് എഴുതിയിട്ടാണോ റിസർച്ച്? അതെ അതെ, ഞാനിത് ആദ്യം കഥയുണ്ട് അത് പതിന് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ ചോദിച്ചിട്ടുണ്ടോ എങ്ങനെ കിട്ടി എന്നുള്ളത്. അതെനിക്ക് അറിഞ്ഞൂടെ, എന്റെ കറക്റ്റ് പോയിന്റ് എനിക്ക് അറിയത്തില്ല. ഈ പറഞ്ഞോട്ട് ക്യാരക്ടർ അങ്ങ് ആകുന്ന ഒരു അവസ്ഥയൊക്കെ വരാം ചിലപ്പോ. ഒരു പക്ഷെ നമുക്ക് ക്യാരക്ടർ അങ്ങ് ആകാം, എഴുതുമ്പോ അങ്ങ് ആ ക്യാരക്ടറിലോട്ട് അങ്ങ് പോകും. അതും ഉണ്ടാകാറുണ്ട്. ഞാനൊരു കുഞ്ഞുനാളും അതിൽ എഴുതും.
ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എഴുതും ഇങ്ങനെ. അതുകൊണ്ട് എപ്പോ എഴുതിയാലും ഈ ക്യാരക്ടർ സംസാരിക്കുന്ന ക്യാരക്ടറിന്റെ ഇമോഷൻ കറക്റ്റ് ആയിട്ട് വന്നത് കൊണ്ട് വയ്യുമ്പോ അതിലും ഞാനിപ്പോ മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അതിനകത്ത് ഒരു ജ്യേഷ്ഠൻ മരിച്ചുപോയ ഒരു അനിയന്റെ കഥയാണ്. അപ്പൊ ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിലൊക്കെ പോകുമ്പോ പലരും വന്നിട്ട് ചോദിക്കും റിയൽ ലൈഫിൽ നടന്നാണോ എന്ന് ചോദിക്കും. അല്ല, എന്റെ റിയൽ ലൈഫിൽ അങ്ങനെ നടന്നിട്ടേ ഇല്ല. പക്ഷെ ആൾക്കാർ അങ്ങനെ ചോദിക്കുമ്പോ എനിക്ക് സന്തോഷം. കാരണം അത്രയും ഞാന് ഡെപ്തില് അത് കൈകാര്യം ചെയ്തുകൊണ്ടായിരിക്കും അവരങ്ങനെ ചോദിച്ചത്. അപ്പൊ ഇതും അങ്ങനെ പലരും വന്ന് ചോദിച്ചു, ഇതെങ്ങനെ നിങ്ങളുടെ ലൈഫിലുള്ള എന്തെങ്കിലും സാദൃശ്യമുണ്ടോ? ഞാൻ ഇല്ല, ഇതെല്ലാം ഫിക്ഷനാണ്, എല്ലാം ചിന്തിക്കുന്നതാണ്. ചിന്തിച്ച് ഒരു പോയിന്റ് ആവുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിന് പിടുത്തം കിട്ടും. ഇപ്പൊ ടോമി പറയുന്നുണ്ട്, ടോമിനോട് ചോദിക്കുന്നുണ്ട് ഒരാള്, എന്തോ ഈ സ്ഥലത്തിനോട് ഇത്ര താല്പര്യം കൂടുതൽ? അപ്പൊ ടോമി പറയുന്നുണ്ട്, ഇതിന്റെ ഉടമസ്ഥർ ഇട്ടേച്ചു പോയതാ എന്ന് പറയുന്നുണ്ട്. അത് ഞാനല്ല, അത് ആ സമയത്ത് ടോമി ആയി പോകുമ്പോ നമ്മൾ അങ്ങ് എഴുതുന്നതാണ്. അങ്ങനെ ടോട്ടാലിറ്റിയിൽ സംഭവിച്ചേക്കണേ. റൊണാൾഡോയിലും ഞാനുണ്ട്, ടോമിയിലും എന്റെ ഇമോഷൻസ് ഉണ്ടാകാം. അങ്ങനെ എല്ലാത്തിലും നമ്മുടെ ഇമോഷൻസ് കേറുമ്പോ അത് നടന്ന പോലെയൊക്കെ അങ്ങ് തോന്നും. സിനിമയ്ക്കകത്ത് സിനിമ കണ്ടിട്ട് ആൾക്കാർക്ക് തോന്നി ഇത് നടന്നതാന്ന് തോന്നി എന്നുണ്ടെങ്കിൽ അത് അത്ര, ഞാൻ പറയുന്നത് ഡിസ്റ്റർബ് ചെയ്യേണ്ട കാര്യങ്ങൾ ഡിസ്റ്റർബ് ചെയ്യണം. ചിലർ പറഞ്ഞ ഡിസ്റ്റർബൻസ് അത് അങ്ങനെ ആകണം. കാരണം അപ്പുറത്തെ ആളെ ഒരു വില്ലനാക്കിയിട്ടല്ല നമ്മൾ ചെയ്യുന്നത്. എല്ലാവർക്കും അവരവരുടേതായ ന്യായങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഒരു റൈറ്റർ എന്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വേറെ ആളുടെ അടുത്ത് പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പാടില്ല, സിനിമയിൽ ഒന്നും ചിന്തിക്കാം. ക്രിയേറ്ററിന്റെ ഒരു സംഭവമാണത്. പിന്നെ ഇതിപ്പം ഇങ്ങനെ നടന്നു എന്ന് പറയുന്നതേ ചില നേരത്ത് എനിക്കും ചില നേരത്തുണ്ട്. ചില സീൻ എഴുതുമ്പോ നമ്മൾ ഈ ഇമാജിനേഷനിൽ ഇങ്ങനെ എഴുതി വന്നിട്ട് ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല, ചുമ്മാ അത് ആ സീൻ എഴുതിയത്. പക്ഷെ ഇങ്ങനെ പോകുന്ന ഏതെങ്കിലും ഒരു റിസർച്ചിൽ ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമ്മള് ലൈഫിനെ പഠിച്ചിട്ടുണ്ടെന്ന് നമ്മൾ അത് ചിന്തിച്ചല്ല ശരിക്കും ആ സീൻ വന്നത്. നമ്മൾ നോക്കിയപ്പോ ആ ക്യാരക്ടർ ചിലപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും വരുന്നത്, ചിന്തിക്കുന്നവർക്കായിരിക്കും എഴുതുന്നത്. പക്ഷെ നമ്മൾ വെറുതെ ഏതോ ഒരു റിസർച്ച് ചെയ്യുന്ന സമയത്തായിരിക്കും ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാധനമുണ്ടല്ലോ. ശരിയാണ്. ഇപ്പം അപ്പൊ ഇതിലെ മൈ ബാൽക്കണി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം, ഇത് ഓൾറെഡി സിനിമയ്ക്കുള്ളിലെ സിനിമ, അതിൽ വീണ്ടും ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് കാണിച്ചു വന്നത്. അത് എനിക്കതിൽ ഇഷ്ടപ്പെട്ട ഒരു ഫാക്ടർ, ആ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണിക്കുന്നതും ഒരു ഫീമെയിൽ ഡയറക്ടറിനെയാണ്. സോ അങ്ങനത്തെ ഒരു കഥ അത് എനിക്കൊന്നു ചില ഗേൾസിനെങ്കിലും ഉണ്ടായിട്ടുള്ളതാണ്. അവരുടെ ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരാള് ഇങ്ങനെ വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാന്നുള്ളൊരു സാധനം. അതൊരു മെയിൽ പെർസ്പെക്റ്റീവില് എങ്ങനെയായിരുന്നു ചേട്ടനത് ആ ഒരു കഥയിലേക്ക് എത്തിയതൊക്കെ? നേരത്തെ പറഞ്ഞതുപോലെ ആ സമയത്ത് നമ്മൾ ഒരു പെൺകുട്ടിയാണ്, ആ ഒരു ആംഗിൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയാണ്. അവര് അതിനകത്ത് കാണിക്കുന്ന ഷോർട്ട് ഫിലിം ഈ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നല്ലൊരു പരിപാടി അതിനകത്ത് പറയുന്നുണ്ട്. അവരൊരു ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന്റെ കണ്ടന്റ് ഇതാണ്. അതായത് ഈ ചീറ്റ് ചെയ്യപ്പെടുന്ന പെൺകുട്ടികള് പിന്നീട് ഒരാളായിരിക്കും ചീറ്റ് ചെയ്യുന്നത്, പക്ഷെ അവരെ ഒരു 10,000-കണക്കിന് ആളുകളുടെ മുമ്പിലേക്ക് എറിഞ്ഞിട്ട് കൊടുക്കുന്ന ഒരു സംഭവമൊക്കെയാണ് അതിനകത്ത് നമ്മൾ പറയുന്ന സംഭവം. അപ്പൊ അത് നമുക്കറിയാം, അതിന്റെ ഇമോഷൻസ് അറിയാം, ഒരു പെൺകുട്ടിയുടെ ഇമോഷൻ. അപ്പൊ ദൃശ്യം പോലുള്ള സിനിമകളിൽ പോലും ഇതിന്റെ ആ കുടുംബം അനുഭവിച്ചതിന്റെ ഒരു ബേസിക് സംഭവം അതായിരുന്നല്ലോ. അവിടെ നിന്നാണല്ലോ തുടക്കം. നമുക്ക് അത് മലയാളികൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമാണ് അത് എളുപ്പമായിരുന്നു. ഞാൻ ആ സ്ക്രിപ്റ്റ് അത് അഭിനയിച്ചവർക്കൊക്കെ കൊടുക്കുമ്പോൾ എല്ലാം പെൺകുട്ടികളല്ലേ, അവർക്ക് കറക്റ്റ് ആയിട്ട് ഇമോഷൻസ് കിട്ടി. അപ്പം ആ ഒരു പ്രശ്നത്തിലേക്ക് ഇവളെ കൊണ്ടുപോകാണ്ട് അവളെ എങ്ങനെ രക്ഷിക്കാം എന്നുള്ള ഒരു രീതിയിൽ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായിട്ട് വന്നിട്ടുണ്ട്. അത് എനിക്ക് ആ സെഗ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്. അതെ, ഷോർട്ട് ഫിലിംസ് ആയിട്ട് മാത്രം ഇതിപ്പോ സെപ്പറേറ്റ് നമ്മൾ കാണുമ്പോഴും 3 പേര് ഡയറക്ട് ചെയ്തിരിക്കുന്ന ഷോർട്ട് ഫിലിം ആയിട്ട് തന്നെ തോന്നും. അതിലെനിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അതാണ്. അത് അങ്ങനെയായിരുന്നു, ചലഞ്ചായിരുന്നു. കാരണം ആദ്യത്തെ ഷോർട്ട് ഫിലിം സങ്കീർത്തനങ്ങൾ ചെയ്തു, അപ്പം നല്ല രസം. അപ്പൊ എന്റെ അടുത്ത് ക്യാമറാമാൻ വന്നിട്ട് ഈ വിഷ്വല് ഞങ്ങൾ വൈകുന്നേരം ഇരുന്ന് കാണുമ്പോഴേക്കും ഇവൻ എന്നെ ടെൻഷൻ അടിപ്പിക്കും, ഉണ്ണി ചേട്ടാ ഇനി ഇതിനല്ല ഫസ്റ്റ് കിട്ടേണ്ടത്, ഇനി ചെയ്യാനിരിക്കുന്ന ഷോർട്ട് ഫിലിം ഉണ്ട് അതിനാണ് ഫസ്റ്റ് കിട്ടുന്നത്, ഇതിനേക്കാൾ നന്നായിട്ട് അത് ചെയ്യണം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടെൻഷൻ അടിപ്പിക്കും. അപ്പൊ നമുക്ക് ചലഞ്ചാണ്. കാരണം സങ്കീർത്തനങ്ങൾ വേറെ മൂഡാണ്, ആ ഒരു ഫീൽ ഗുഡ് ഒരു ഇമോഷൻസ് കാര്യങ്ങള്.
പക്ഷെ ഇത് നമുക്ക് വേറെ സംഭവമാണ്. ഫാസ്റ്റ് പരിപാടി, കാര്യങ്ങൾ കളർഫുൾ ആയിട്ട് അങ്ങനെ തന്നെ നമ്മളത് പ്ലാൻ ചെയ്തത്. അപ്പം നമ്മൾ തേർഡ് കാണാണല്ലോ, മൂന്നാമത് ഇത് കാണാണ്. ഇതിങ്ങനെ മനസ്സിൽ നിൽക്കുമ്പോൾ തന്നെ അതിനങ്ങ് ഫസ്റ്റ് കിട്ടുക. അത് കാരണം ആരും പറയരുത് ഇതല്ലല്ലോ നല്ലത്, അപ്പുറത്തെയാണ് നല്ലതെന്ന്. എന്നാലും കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് എനിക്ക് അതാ ഇഷ്ടപ്പെട്ടത്, എനിക്കിത് ഇഷ്ടപ്പെട്ടത്. അത് സ്വാഭാവികമാണ്. നമുക്ക് ഒരു ഭൂരിഭാഗം ആളുകൾക്ക് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു മൈ ബാൽക്കണി പറഞ്ഞവരുണ്ട്. അശ്വിന് അതിൽ പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഏതായിരുന്നു? എനിക്ക് ബാൽക്കണി തന്നെയായിരുന്നു. മൈ ബാൽക്കണി എനിക്ക് ഈ പറയുന്ന പോലെ അതിന്റെ ആ ഒരു ഇവരുടെ പ്ലേ ഉണ്ടല്ലോ, ഇവർ ഈ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഒന്നിച്ച് നിന്നിട്ടൊരു പരിപാടി, പിന്നെ അതിന്റെ ഒരു പ്ലോട്ട് ഐഡിയയിൽ തന്നെ ഒരു സാധനമുണ്ട്. അതെ, കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തിങ്കിങ് പ്രോസസ് ആണ് അതിൽ നടന്നിട്ടുള്ളത്. എനിക്കും മറ്റേ നമ്മുടെ ഫസ്റ്റ് സങ്കീർത്തനം കണ്ടപ്പോ എനിക്ക് ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് എത്തുമ്പോൾ ആ കൊച്ചിന്റെ ഒരു നമുക്കൊരു നോർമലി നമ്മുടെ എനിക്ക് ഇമോഷനായ എന്റെ കണ്ണിന് വെള്ളം വരുന്നതാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് അത് ഫീൽ ചെയ്തായിരുന്നു. രണ്ടാമത് ഈ വസൂരി നമ്മുടെ ഈ ക്യാരക്ടർ എനിക്ക് കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട അർജുനാണ് അതിനകത്ത് അഭിനയിച്ചത്. അർജുന്റെ പെർഫോമൻസ് എനിക്ക് ഭയങ്കര രസമുണ്ടായിരുന്നു. അർജുന അതിനകത്ത് കണ്ട ആ ക്യാരക്ടർ ഇങ്ങനെ കൊണ്ടുപോകുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. ഓരോ സിനിമയിൽ ഓരോന്നുണ്ട്, ബട്ട് മൈ ബാൽക്കണി കുറച്ച് ഡിഫറെന്റ് ആണ്. ഇതിനെല്ലാം ക്യാമറ ഒരാൾ തന്നെ ആയിരുന്നു. അതും ഡയറക്ടറിനെ പോലെ തന്നെ ക്യാമറമാനും അത് ചാലഞ്ചിങ് ആയിരുന്നു. സെയിം ഈവൻ ഫ്രെയിം പോലും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, എല്ലാം ഡിഫറെന്റ് ആയിട്ട്. എഡിറ്റിംഗ് വേറെ ആയിരിക്കണം, മ്യൂസിക് വേറെ ആയിരിക്കണം, എല്ലാവർക്കും ഒരേപോലെ ചലഞ്ച് ആയിരുന്നു. അല്ല, ആദ്യം ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് ഓരോ ക്യാമറമാന്മാര്, ഓരോ എഡിറ്റേഴ്സ്, ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്യാം. അപ്പൊ ഞങ്ങള് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ആരോ പറഞ്ഞു ഇങ്ങനെ, ഇപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടൻ ഞാൻ പല ടൈപ്പിൽ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അപ്പം ചേട്ടന് ചെയ്യാൻ പറ്റുമല്ലോ, അത് ഞങ്ങളോട് പറഞ്ഞാൽ മതി, അപ്പൊ നമുക്ക് ഓരോ ടൈപ്പിൽ അങ്ങ് ചെയ്താൽ പോരെ. അപ്പം അല്ലെങ്കിൽ ഞാൻ കിടന്ന് ഓടണം ഇങ്ങനെ, എനിക്ക് ഒരുപാട് ക്രൂ സെറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ക്യാമറാമാൻ വന്ന് ചെയ്തിട്ട് പോയി, വേറൊരാൾ വന്നുകൊണ്ട് ഇതേപോലെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കാര്യമില്ല. പക്ഷെ ഇയാൾക്ക് അറിയാം അതുപോലെ ആകരുതെന്ന്. അതുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്ത് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് ഫുള്ള് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയപ്പോൾ വ്യത്യാസമുണ്ട്. ഒരു 3 ഡയറക്ടേഴ്സ് ചെയ്ത ഒരു സംഭവം കിട്ടിയെന്ന് അതിന് പറഞ്ഞപ്പോൾ ആശ്വാസമായി. അർജുന്റെ എഴുത്ത് പരിപാടി ഇനി എന്നാ നമുക്ക് ബിഗ് സ്ക്രീനിൽ ഇതുപോലെ കാണാൻ പറ്റുന്നത്? അശ്വിന്റെ മറ്റേ അർജുനില് ഞാൻ സ്റ്റക്ക് ആയി പോയതാ, സോറി. അശ്വിൻ എഴുത്ത് സൂൺ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എഴുതുന്നുണ്ട്. ഒരു കറക്റ്റായിട്ട് കാരണം ഒരു പടം നമ്മളെ എല്ലാം ഡിസൈൻ ചെയ്ത് പ്രോജക്ട് പിച്ചിങ് എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ്. ഞാൻ എപ്പോഴും ഒരാളുടെ സിനിമ ഓണായി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അയാളെ കാണുന്നത് സക്സസ് ആയി തന്നെയായിരിക്കും. കാരണം അത്രയും ഇതുണ്ട്, പ്രോസസ്സുണ്ട്, എല്ലാം കേട്ടോ എല്ലാത്തിലും. ഇപ്പം ഞാനിപ്പോൾ എഴുതുന്ന ഒരു സംഭവം 2-3 പരിപാടി എഴുതുന്നുണ്ട്. എനിക്ക് അതിനകത്ത് ചില നേരത്ത് ഇത് ഹൈതായിട്ട് തോന്നും, ചില നേരത്ത് അതല്ലല്ലോ ഇതല്ലേ എന്നുള്ളൊരു സാധനമുണ്ട്. സൂൺ വരും ഉടനെ തന്നെ ഒരു റൊണാൾഡോ ചിത്രം പോലെ ഒരു അശ്വിൻ ചിത്രം. അടുത്ത സിനിമ ഇനിയും ഏത് ജോണറിലായിരിക്കും വരിക? അതിപ്പോ പ്രൊഡ്യൂസേഴ്സ് വരുമ്പോൾ അവർക്ക് തീരുമാനിക്കുന്നത് കണ്ടിട്ട് ഏത് മൂഡ് വേണമെന്ന് ഞാൻ പറയാറുണ്ട്. പ്രൊഡ്യൂസേഴ്സിന് ഇട്ട് കൊടുക്കുകയാണ്, ഏത് മൂഡ് വേണമെന്ന് അവർക്ക് തീരുമാനിക്കാം. ചേട്ടന് കുറെ നല്ല സബ്ജക്റ്റുകളുണ്ട്. ഞാനിങ്ങനെ ചില സബ്ജക്റ്റുകളുടെ ഒക്കെ ഐഡിയകൾ കുറെ സാധനങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാം കൊമേഴ്ഷ്യൽ സിനിമകളാണ്. പക്ഷെ ആ കൊമേഴ്ഷ്യൽ സിനിമയില് നമ്മൾ എപ്പോഴും പറയുന്ന രീതി അല്ലാതെ എന്നാ ഇങ്ങനെ ഒന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും പോകുന്ന കുറെ കൊമേഴ്ഷ്യലി വർക്ക്ഔട്ട് ആവുന്ന കുറെ സബ്ജക്റ്റ്. ഞാനും വെയിറ്റിംഗ് ആണ് പരിപാടി. ഞങ്ങളും ഓഡിയൻസ് എന്ന രീതിയിൽ ഞങ്ങളും വെയിറ്റിംഗ് ആണ്. ഉടനെ തന്നെ അടുത്ത സിനിമ ഒരു റിനോയ് കല്ലൂർ ചിത്രം പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണട്ടെ. സിനിമ എന്തായാലും വളരെ സക്സസ്ഫുൾ ആയി തന്നെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇത് തിയേറ്ററിൽ കാണാത്തവരോട് എന്താ പറയാനുള്ളത്? വന്ന് കാണണം, ഒരിക്കലും ഒരു നഷ്ടമല്ല. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ്. തിയേറ്ററിന് വേണ്ടി തന്നെയാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, വർക്കുകളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അതിങ്ങനെ OTT വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ചിരുന്നാൽ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സാവും. അപ്പോൾ വന്ന് കാണുക, അത് എൻജോയ് ചെയ്യുക, അത് തന്നെയാണ് എല്ലാവരും പറയാനുള്ളത്. അതാണ് നമ്മളൊരു സിനിമയ്ക്കകത്ത് ഇത്രയും ജോണർ ചെയ്ത് എല്ലാം ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ
നമ്മൾ തിയേറ്ററിൽ പോയി ഇരുന്ന് കാണുമ്പോൾ പല പല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ്. അപ്പം അത്രയും എഫോർട്ട് എടുത്ത് ഒരു ടീം ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾ ആ സിനിമ ഒന്ന് കണ്ടിട്ട് അതിനെ ഏത് രീതിയിൽ വിമർശിക്കാം. ഇഷ്ടപ്പെട്ടില്ല എന്നോ ഇഷ്ടപ്പെട്ടെന്നോ എല്ലാം പറയാം. പക്ഷെ ആ കാണുക എന്ന് പറയുന്ന പ്രോസസ്സാണ് ഞങ്ങൾ നിങ്ങളോട് പറയാറുള്ളത്. അത് കാണുക. അതെ. അപ്പൊ ഇനി തിയേറ്ററിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവര് ഉറപ്പായിട്ടും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ എൻജോയ് ചെയ്യാം. അപ്പം തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ്. എന്തായാലും ഇനിയും കണ്ടവരെല്ലാവരും പക്ഷെ പോസിറ്റീവ് ആണ് പറയുന്നത്. ഞാൻ ഫസ്റ്റ് ഡേ ഉണ്ടായിരുന്നു, അന്ന് സിനിമ കണ്ട് ഇറങ്ങി വരും, അതിനുശേഷം ഉണ്ടായിരുന്ന ഷോയിലുള്ളവരൊക്കെ പോസിറ്റീവ് പറയുന്നതാണ്. കണ്ടവരൊക്കെ പോസിറ്റീവ് തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ തന്നെ എല്ലാവരും തിയേറ്റർ വാച്ച് തന്നെ ചെയ്യാം. ഇനിയും സിനിമയ്ക്ക് വീണ്ടും വീണ്ടും വിജയം തന്നെ ഉണ്ടാവട്ടെ. തിയേറ്റർ കഴിഞ്ഞിട്ട് പിന്നെ OTT വരുമ്പോഴും ഇതിൽ വലിയ വിജയം തന്നെ ഉണ്ടാവട്ടെ. രണ്ടുപേരുടെയും അടുത്ത സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.